കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഇന്നാണ് വിധി. കൊച്ചി CBI കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. മുൻ MLA KV കുഞ്ഞിരാമനും CPIM നേതാക്കളും അടക്കം 24 പ്രതികളാണ് കേസിലുള്ളത്. 2019 ഫെബ്രുവരി 17-നാണ് കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഏതാണ്ട് 5 വർഷം ആകാറാവുന്നു ഈ സംഭവം നടന്നിട്ട്, ഈ കൊലപാതകം, ഈ ഇരട്ടക്കൊലപാതകം നടന്നിട്ട്. അപ്പോൾ അതിനുശേഷം 5 അല്ല, എനിക്ക് തോന്നുന്നു 6 വർഷം ആവുന്നു. ഈ 2025 ഫെബ്രുവരി വന്നെങ്കിൽ 6 വർഷം ആവുന്നു. അപ്പോഴാണ് ഈ വിധി പറയാൻ പോകുന്നത്. അതിൽ തന്നെ നേരത്തെ നമ്മൾ അറിഞ്ഞതാണ്, പെരിയയിലൊക്കെ ഇന്ന് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിധി എത്ര മണിക്കാണ് ഉണ്ടാവുക? ഒപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയും എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലും ഒക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയുന്നു. പ്രജിൻ, ഇന്ന് 11 മണിയോടുകൂടി ഈ വിധി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ആദ്യത്തെ കേസായി തന്നെ സാധാരണ ഇത്തരം കേസുകൾ എടുക്കാറാണ് പതിവ്. 2019 ഫെബ്രുവരി 17-നാണ് കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത്ലാലും കൊല്ലപ്പെടുന്നത്. തുടക്കത്തിൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിന്നെ CBI ഏറ്റെടുക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് 14 പേരെ പ്രതി ചേർത്ത കേസിൽ CBI 10 പേരെ കൂടി പിന്നീട് ഉൾപ്പെടുത്തി. CPIM-ന്റെ പെരിയ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന A. പീതാംബരനാണ് 1-ാം പ്രതി. നിരവധി പ്രാദേശിക നേതാക്കളും കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. മുൻ ഉദുമ MLA അടക്കമുള്ളവർ, KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ഇതിൽ പ്രതിയാണ്. 1-ാം പ്രതി പീതാംബരനടക്കം 11 പ്രതികൾ 5.5 വർഷത്തിലേറെയായി ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാണ്. ഈ കേസിന്റെ ഒരു പ്രാധാന്യം, ഇത് വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കേസാണ്. 2 ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നടു റോഡിലിട്ട് വെട്ടിക്കൊന്ന കേസ് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇന്നിപ്പോൾ ഇരുവരുടെയും മാതാപിതാക്കൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിലെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഇതിൽ ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് കാര്യമായി അന്വേഷിക്കുകയും കേരള പോലീസ്, ലോക്കൽ പോലീസ് കാര്യമായി അന്വേഷിക്കുകയും പിന്നീട് നേതാക്കളിലേക്ക് അന്വേഷണം പോയപ്പോൾ അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം മാറ്റി കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമുണ്ടായി എന്ന ആരോപണം കൂടി ഉയർന്നിരുന്നു ഈ കേസിൽ. പിന്നീടാണ് CBI എത്തുന്നത്. എന്തായാലും എന്തായിരിക്കും ഉത്തരവ് എന്നറിയാൻ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. 11 മണിയോടുകൂടി നമുക്കതിന്റെ വിധി അറിയാം. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകി. എന്തായാലും ഇനി ഈ കേസിന്റെ നാൾവഴിയിലൂടെ നമ്മൾ പെട്ടെന്ന് പോകാം. കാരണം അത്രമാത്രം കോളിളക്കമുണ്ടാക്കിയ, ഒരുപാട് ചർച്ചയായ, കേരളത്തിൽ എന്താണ് പറയുക, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒരു രാഷ്ട്രീയ ഇരട്ടക്കൊലപാതകം ഉണ്ടാവുന്നു. അതിന് പിന്നാലെ വന്ന വിവാദങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ വിധി രാഷ്ട്രീയ കേരളത്തിനും ഏറെ നിർണായകമാകും അല്ലേ?